ഹായ്, ഇനി നമുക്ക് കൂടുതൽ ഭിന്നസംഖ്യകളെ എങ്ങനെ സങ്കലനം ചെയ്യാമെന്ന് നോക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഒരു അടുത്ത ഉദാഹരണമായിട്ട് നമുക്ക് 1/10 പ്ലസ് 2/5 പ്ലസ് 3/5 ഇങ്ങനെ 3 ഭിന്നസംഖ്യകൾ എടുത്തിട്ടുണ്ട്. 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്നത്. നേരത്തെ 2 ഭിന്നസംഖ്യകൾ മാത്രമാണെങ്കിൽ നമ്മൾ അതിന് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോസിങ് നടക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ LCMഉം HCF ഒക്കെ കാണുന്നത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെയുള്ള സംഖ്യ, അതായത് ഛേദത്തിൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ LCM കാണണം. അതായത് ഏതൊക്കെയാണ്? 10, 5, 5 അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. 10, 5, 5. ഇതിൽ പൊതുവായിട്ട് പോകുന്ന ഒരു അഭാജ്യസംഖ്യ 2 പോകുന്നില്ല, 3 പോലും, പിന്നെ 5 പോകുന്നത് അല്ലേ. അപ്പോൾ 5 കൊണ്ട് ചെയ്താൽ 10ൽ എത്ര പ്രാവശ്യം? 5 2 തവണ അല്ലേ. പിന്നെ 5ൽ 1 തവണ, വീണ്ടും 1 തവണ. അപ്പോൾ LCM കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എല്ലാ സംഖ്യകളും കൂടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സൈഡിലും താഴെയുള്ള എല്ലാ സംഖ്യകളും. ഇപ്പോൾ 5 × 2 1 × 1 അങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ 5 × 2 10 ആണ് ഇവിടെ LCM ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ HCF എന്തായിരിക്കും? ഇപ്പോൾ ഈ താഴെയുള്ള 3 ഛേദത്തിൻ്റെയും കൂടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇനി അവയുടെ HCF എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം HCF കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സൈഡിലുള്ള മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ HCF = എത്രയായിട്ട് എടുക്കാം? 5 അല്ലേ. 5 മാത്രമാണ് അതിൻ്റെ HCF. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രിയയിലോട്ട് പോകാം. എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. 1/10 ഇതിന് LCM കൊണ്ട് ഗുണിക്കണം. ഓരോ ഭിന്നസംഖ്യയും LCM കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് കേട്ടോ. 2/5 × 10, 3/5 × 10. അങ്ങനെ എത്ര ഭിന്നസംഖ്യകളുണ്ടോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ആ ഭിന്നസംഖ്യയെല്ലാം എന്ത് ചെയ്യണം? ഛേദത്തിൻ്റെ LCM കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് എല്ലാറ്റിൻ്റെയും കൂടെ താഴെ ഓൾ ഡിവൈഡഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് ആ LCM ആണ് നമ്മൾ വീണ്ടും ഛേദമായിട്ട്, അതായത് ഡിനോമിനേറ്ററായിട്ട് എഴുതുന്നത്. ഇത് നിങ്ങൾക്ക് താഴെ ഇതൊന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും കൂടെ മുകളിൽ എഴുതാണ്. 1/10 × 10 പ്ലസ് 2/5 × 10 പ്ലസ് 3/5 × 10 ഓൾ ഡിവൈഡഡ് ബൈ 10. ഓക്കെ. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് സോൾവ് ചെയ്യാം. ഇപ്പോൾ 10ഉം 10ഉം കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 1 ആണ് ബാക്കി വരുന്നത്. പിന്നെ ഈ 5 കൊണ്ട് 10നെ കട്ട് ചെയ്താൽ 2 വരും. 2 × 2 4. പിന്നെയോ 5 കൊണ്ട് വീണ്ടും അപ്പുറത്ത് 10നെ കട്ട് ചെയ്താൽ 2 × 3 6 വരും അല്ലേ. പ്ലസ് 6 ഓൾ ഡിവൈഡഡ് ബൈ 10. എത്ര വരുന്നു? അംശങ്ങൾ കൂട്ടിയാൽ 11 എന്ന് കിട്ടും ബൈ 10. അപ്പോൾ 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ ഉണ്ടായാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? അവയുടെ ഛേദത്തിൻ്റെ LCM എടുത്തിട്ട് ആ LCM കൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ഫ്രാക്ഷനെയും, അതായത് ഓരോ ഭിന്നസംഖ്യയും ഗുണിക്കണം. എന്നിട്ട് ആ LCM തന്നെയാണ് അതിൻ്റെ ഛേദമായിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി സബ്സ്ട്രാക്ഷൻ നോക്കാം കേട്ടോ. സബ്സ്ട്രാക്ഷൻ മലയാളത്തിൽ എന്താ പറയുന്നത്? വ്യവകലനം അല്ലേ. കുറയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സബ്സ്ട്രാക്ഷൻ, വ്യവകലനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. സിമ്പിളായിട്ടുള്ള ചെയ്യാട്ടോ. ആദ്യം 1/2 മൈനസ് 1/4 അല്ലേ. അര മൈനസ് 1/4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 4 4. ഇതിന് അടുത്ത നോക്കുക. സിമ്പിൾ ഏതാണ്? മൈനസ് ആണ്. അപ്പോൾ മൈനസ് ആണ് ഇവിടെ ഇടേണ്ടത്. ഇതിന് 1 × 2 ഓൾ ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ നേരത്തെ പോലെ തന്നെ ഗുണിക്കുക. 2 × 4. ഇവിടെ നമ്മൾ സങ്കലനം ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് മാത്രമേ ചേഞ്ച് ഉള്ളൂ? എന്താണോ ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ക്രിയയുടെ സൈന്, അതായത് നേരത്തെ സങ്കലനമായപ്പോൾ പ്ലസ് ആയിരുന്നു, ഇവിടെ വ്യവകലനം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആയതുകൊണ്ട് മൈനസ് ആണ്. അത് ക്ലിയർ ആയിട്ട് ഇടണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ 4 - 2 ഡിവൈഡഡ് ബൈ 8 തന്നെ അല്ലേ. അപ്പോൾ 2/8 = 1/4. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. 1/2 മൈനസ് 1/4. 1 × 4 - 1 × 2/2 × 4 എന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യണം?